തിരുവോണത്തിന് സദ്യയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഗുരുവായൂരിലേക്കൊന്ന് പോവാണ് കേട്ടോ. ഞാനും അമ്മയും സിസ്റ്ററും കൂടിയിട്ടാണ് പോകുന്നത്. ഒറ്റപ്പാലത്ത് നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു ഗുരുവായൂരിലേക്ക്. പാഞ്ചജന്യ റെസ്റ്റ് ഹോമിൽ നമ്മൾ നേരത്തെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം റൂമിൽ വെച്ചിട്ട് അമ്പലത്തിലേക്കൊന്ന് പോയി കേട്ടോ. രാത്രി അമ്പലത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം നടക്കൽ ചെന്നപ്പോൾ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന കൃഷ്ണൻ്റെ നല്ലൊരു പൂക്കളം തീർത്തിട്ടുണ്ടായിരുന്നു. പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ തിരക്കിനിടയിൽ നിന്ന് ഞാനും എടുത്തു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ. അതിനുശേഷം പുറത്ത് നിന്നൊന്ന് തൊഴുതു കേട്ടോ. നല്ല തിരക്കായിരുന്നു പുറത്ത് നിന്ന് തൊഴുകാനും. തൊഴുതിറങ്ങിയിട്ട് പിന്നീട് നമ്മൾ 1-2 ഷോപ്പിലേക്ക് പോയി. കുഞ്ഞാപ്പിക്കും പാറുവിനും ഓരോ ജോഡി വള മേടിച്ചു. എനിക്ക് ക്ലിപ്പും പൊട്ടും വളയും മാലയൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മുല്ലപ്പൂ കൂടെ മേടിക്കാനായിട്ട് പോയി. വേറൊരു കടയിൽ നിന്നാണ് അത് മേടിച്ചത്. അവിടെ നിന്ന് മുല്ലപ്പൂവും കുറച്ച് മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് പഴയുടെ രുചിയിലാണ്. ഗുരുവായൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് പാഞ്ചജന്യ റെസ്റ്റ് ഹോമിന് താഴെയുള്ള പഴയുടെ രുചിയിൽ നിന്നാണ് കേട്ടോ. അവിടെ പോയിട്ടൊരു മസാല ദോശയും ചായയും കഴിച്ചു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ വേഗം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ് കേട്ടോ. അമ്മ സെറ്റ് സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സഹായം വേണം. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ചുരിദാറാണ് കേട്ടോ അത്. അപ്പോൾ ഇതെൻ്റെ ഈ വർഷത്തെ ഓണക്കോടിയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് പൂ തലേ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂ വെച്ചപ്പോൾ എൻ്റെ മുടിയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ, മുടി നോക്കാത്തതിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വാകച്ചാർത്ത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. തലേ ദിവസം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരാം.